ഈ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ആകാൻ മാത്രമേ കഴിയൂ. ഇന്ത്യയുടെ ഹൃദയമിടിപ്പ് തൊട്ടറിഞ്ഞാണ് അവർ ഈ മണ്ണിൽ ജീവിച്ചു വളർന്നത്. കളിയാക്കിയവരെയും കുറ്റപ്പെടുത്തിയവരെയും കൊണ്ട്, പരിഹാസങ്ങൾ കൊണ്ട് ട്രോളുകൾ തീർത്തവരെയും ഹൃദയം കൊണ്ട് ചേർത്ത് നിർത്താൻ മാത്രമേ രാജീവ് ഗാന്ധിയുടെ മക്കൾക്ക് കഴിയൂ. വയനാട് മൂപ്പൻ പലഹാരക്കടയിലെ പോരാട്ട നായകൻ എന്നൊക്കെ പറഞ്ഞവരെ അയാളെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അധികാരം വേണ്ട, മന്ത്രികസാര വേണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അതെല്ലാം കയ്യിലുള്ളവർ മാറി നിന്ന് കാഴ്ച കാണുമ്പോൾ കഷ്ടത അനുഭവിക്കുന്ന മനസ്സുകൾക്ക് ഈ കുടുംബം എന്നും താങ്ങും തണലും തന്നെയാണ്. ഈ ഘട്ടത്തിൽ രാഹുലിന്റെ സർക്കാർ ആയിരുന്നുവെങ്കിൽ കഴിവിന്റെ പരമാവധി ഈ ജനതയുടെ കണ്ണീരൊപ്പാൻ കഴിയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട മക്കളെ നിങ്ങളുടെ വേദനകൾക്ക് പകരമാവില്ല ഒന്നും. എന്നാൽ ഈ ചേർത്ത് നിർത്തലിൽ നിങ്ങളുടെ ഭാവിയുണ്ട്, രക്ഷിതാവിന്റെ വാത്സല്യമുണ്ട്. അത് ഉറപ്പു നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് ഈ സഹോദരങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി ദുരിതബാധിത സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞത് ഇങ്ങനെയാണ്: ദുരന്തത്തിന്റെ ഈ ദൃശ്യങ്ങൾ തന്റെ ഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. ഈ ദുഷ്കരമായ സമയങ്ങളിൽ ഞാനും പ്രിയങ്കയും വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനം, പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നിവ തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ UDF പ്രതിജ്ഞാബദ്ധമാണ്. ഉരുൾപൊട്ടലുകളും പ്രകൃതിക്ഷോഭങ്ങളും ആവർത്തിച്ചുള്ള സംഭവങ്ങൾ അങ്ങേയറ്റം ആശങ്കാജനകമാണ്. സമഗ്രമായ ഒരു കർമ്മ പദ്ധതി അടിയന്തരമായി ആവശ്യവുമാണ്. I feel how I felt when my father died. That I've seen so many people. I remember what I felt when my father died, and here people have not just lost a father; they've lost the whole family, entire family, brother, sister, mother, father. So I know what I felt, and this is much worse than that. And it's not one person who's feeling it; it's thousands of people who are feeling it. So it's very, very sad, and I think we all owe these people respect, affection, and we should all be standing with them. And I'm very proud that a lot of people are standing with the people of Wayanad. In fact, the whole nation's attention is towards Wayanad. Look, I don't think this is the place or the time to talk about political issues. People here require help. So I think the time right now is to make sure that all the assistance comes. There are people here who are in shock. They need medical assistance. So I think those are the things we should be discussing. Let me finish. I'm not interested in politics right now. I'm interested in the people of Wayanad. I'm interested in them getting the best possible care, best possible protection, and being looked after for the future. I'd like to thank all the people who are working here, the doctors, the nurses, the administration, volunteers. I'm very proud of everyone who's working here, but it's very, very sad to see. And I'm sure that the whole nation is going to help the people of Wayanad. Thank you very much.